ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ സ്റ്റൂവും പാലപ്പവും ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ സ്റ്റൂവിനുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ കറിക്കുള്ള മസാലക്കൂട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ കുറച്ച് ഉഴുന്നുപരിപ്പും ഗരം മസാല പട്ട ഗ്രാമ്പും എല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ദേ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള കുറച്ചിട്ട് കൊടുത്ത് ആ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ സത്യത്തിൽ വെജിറ്റബിൾ സ്റ്റൂവും പാലപ്പവും ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ചിക്കൻ കുറച്ച് മാത്രമേ ഇരിപ്പുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ചിക്കൻ സ്റ്റൂ ആയിട്ട് അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ദേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ സ്പൂൺ വീതം നമ്മൾ ചതച്ചാണ് എടുത്തേക്കുന്നത്. അതും അതിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ ഞാൻ ചിക്കൻ എടുത്തുള്ളൂ. ഞാൻ രണ്ട് രീതിയിൽ ചെയ്യും. ആദ്യം തന്നെ ഈ കടുകൊക്കെ താളിച്ചതിന് ശേഷം ചിക്കൻ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷവും ഞാൻ അതിന് ശേഷം മാത്രമാണ് ചില സമയങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് ഇടുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ചിക്കൻ ഗരം മസാല പൊടി കുരുമുളക് പൊടി മാത്രമാണ് ഞാൻ പൊടികളായിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മാത്രം മല്ലിപ്പൊടി ചേർത്താൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ ഇതെല്ലാം ഒന്ന് വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കുന്നത്. അങ്ങനെ അതെല്ലാം പറ്റി വന്നതിന് ശേഷം തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തേങ്ങയുടെ ഒന്നാം പാലും ഒഴിച്ച് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു മിനിറ്റോളം തീയെല്ലാം ഓഫ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് പാലപ്പം സ്വാദിഷ്ടമായ പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കാം തുടങ്ങാം. ഇതിൻ്റെ മാവ് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചിക്കൻ സ്റ്റൂവും പാലപ്പവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കൂടിപ്പോയാൽ ഒരു 20 മിനിറ്റ് സമയമേ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. എല്ലാവരും എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം 10 മിനിറ്റിന് ശേഷം നമ്മൾ കറിയുടെ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ദേ കറിയെല്ലാം നന്നായിട്ട് സെറ്റ്. ലാസ്റ്റ് ഇതിലേക്ക് താളിച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും വറ്റൽമുളകും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് താളിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടെ കൂടത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാലപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണം പറ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.